ഗായ്സ്, ഇന്നും എൻ്റെ ഒരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എല്ലാ ദിവസത്തെക്കാട്ടിലും നേരത്തെ ഞാൻ എഴുന്നേറ്റ് കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഇവിടെ ആരും എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നേരത്തെ എഴുന്നേറ്റതിൻ്റെ ഒരു കാരണമുണ്ട് കേട്ടോ. നൈനൂട്ടിക്ക് പഠിത്തമുള്ള ദിവസമാണ് ഒന്നാമത്. അത് മാത്രമല്ല, ഇന്ന് അവർ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണമെന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ നൈനൂട്ടിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. അപ്പം അതൊക്കെ ഉണ്ടാക്കി അത് തണുത്തൊക്കെ ആക്കിയിട്ട് വേണം നൈനൂട്ടിക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നേരത്തെ എഴുന്നേറ്റ് ദേ അടുക്കളയിലൊക്കെ വന്ന് നോക്കി. ഞാൻ രാത്രി എല്ലാ പാത്രങ്ങളും ക്ലീനാക്കി വെച്ചിട്ട് കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പം ഒരു വല്ലാത്ത സന്തോഷമാണ്, നല്ല വൃത്തിയുള്ള അടുക്കള കാണുമ്പം. പിന്നെ ആരും എൻ്റെ കൂടെ എഴുന്നേറ്റില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ സിംബച്ചൻ എഴുന്നേറ്റ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ വീട് ക്ലീൻ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ. അപ്പോഴത്തേക്ക് നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം പെരയെല്ലാം തൂത്ത് വൃത്തിയാക്കി മീൻസ് അങ്ങനെ അഴുക്കൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ജസ്റ്റ് പൊടികളും അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റം തൂത്തു. ഇവിടെയും മണൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ചപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വന്നിട്ട് പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി ഞാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വരുമ്പോഴത്തേക്ക് അപ്പുറത്തെ ഇപ്പുറത്തെയും വീട്ടിലെ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് നേരെ പോയിട്ട് രാവിലെ തന്നെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. ഇതെനിക്ക് നേരത്തെ ശീലമുള്ളതല്ല. കല്യാണത്തിന് മുമ്പ് ഞാനിങ്ങനെയൊന്നും വെള്ളമൊന്നും കുടിക്കത്തില്ലായിരുന്നു വെറും വയറ്റിൽ രാവിലെ. പക്ഷേ ഇപ്പോഴായിട്ട് കുറച്ച് മനീഷേട്ടൻ എപ്പോഴും വഴക്ക് പറയും രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം എപ്പോഴും എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ആദ്യം വെറും വയറ്റിൽ വെള്ളം കുടിച്ചിട്ടാണ് ബാക്കി എന്ത് ജോലിയും ചെയ്യുക. അങ്ങനെ പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. ഇനി നേരെ അടുക്കളയിലേക്കുള്ള പ്രയാണമാണ്. സേമിയ പായസം എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ സവിത ചേച്ചിയെ കൂടെ കൂട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നൈനൂട്ടി എഴുന്നേറ്റ് വന്ന് കുളിച്ച് യൂണിഫോമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം നേരത്തെ എഴുന്നേൽക്കുന്നത്. മനീഷേട്ടനുള്ള ടൈമിലായിരുന്നെങ്കിൽ മനീഷേട്ടൻ സ്കൂളിൽ കൊണ്ടുവിടുമായിരുന്നു കുഞ്ഞിനെ. അതപ്പോൾ 9:30 ആകുമ്പോൾ പോയാൽ മതി. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ 8 മണി കഴിയുമ്പോൾ തന്നെ സ്കൂൾ വാൻ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റാലേ ആ സമയത്തേക്ക് നൈനൂട്ടി കുളിച്ച് നൈനൂട്ടിൻ്റെ മുടിയൊക്കെ ഒന്ന് കുറച്ചെങ്കിലും ഉണങ്ങി നൈനൂട്ടീനെ നല്ല വൃത്തിക്ക് ഒരുക്കിയൊക്കെ സ്കൂളിലേക്ക് വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നൈനൂട്ടീനെ ഒരുക്കി കഴിഞ്ഞപ്പോഴാണ് നൈനൂട്ടിക്കും വെറും വയറ്റിൽ വെള്ളം കുടിക്കണമെന്നും പറഞ്ഞ് അവളും വെറും വയറ്റിൽ വെള്ളം കുടിച്ചില്ല. ആദ്യം മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷമാണ് ആൾ വെള്ളം കുടിച്ചത്. അപ്പോഴത്തേക്ക് നമ്മുടെ സേമിയ പായസമൊക്കെ എടുത്ത് വെച്ചത് തണുത്തിട്ടുണ്ടായിരുന്നു. പായസമൊക്കെ എടുത്തിട്ട് പോവാണ് ഗായ്സ്. മനസ്സിലായോ? മന്ത്രം ഇതിന്റെ പേര് പറഞ്ഞിട്ട് മന്ത്രം ജപിച്ച് നോക്കിയാലേ എനിക്ക് എത്ര അറിയാം. എങ്കിലും ഞാൻ പറയാം. ഓം ക്രീം ബ്രഹ്മാവും ഓം ചാമുണ്ഡ നൈനിയാന്നാണോ? ആണോ? ആ എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് വായിക്കാൻ പോലും അറിയാം. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അച്ഛൻ എനിക്കറിയാം. അപ്പം പിന്നെ എനിക്കറിയാനോ കിലോ കേക്ക് ഇല്ല പണ്ടായിരുന്നു. കിലോ കീറി അതൊക്കെ വിട്ടു. നൈനൂട്ടിനെ ബസ്സിൽ കയറ്റി സ്കൂളിലേക്ക് വിട്ടിട്ട് ഞാൻ ദേ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. കറി വെച്ചിട്ട് എവിടെയെങ്കിലും മാറിയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ സിംബയ്ക്കുള്ളത് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ചു. പിന്നെ മീൻകറിയൊക്കെ വെച്ച് കുളിച്ചിട്ടൊക്കെ നിന്നപ്പോഴാണ് ഹരിപ്പാട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് സവിത ചേച്ചി വിളിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരുങ്ങി ഞാനും അങ്ങ് പുറപ്പെട്ടു ഹരിപ്പാട്ടേക്ക് പോകാനായിട്ട്. ഞങ്ങൾ അറിയാതിട്ടതാണ്, പക്ഷെ രണ്ടുപേരും സെയിം കളറായി പോയി. ഞാനിട്ട് വെളിയിലിറങ്ങി നോക്കിയപ്പോൾ സവിത ചേച്ചി റെഡ് ഇട്ടേക്കുന്നു. അൺഎക്സ്പെക്റ്റഡ്. ഞങ്ങളത് ഒരു സ്ഥലത്തൊരു ഹരിപ്പാട് വരെ പോയി കുറച്ച് സാധനം വാങ്ങിക്കാം. സവിത ചേച്ചിക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കൂട്ടു പോവാണ്. നമുക്ക് അവിടെ പോയിട്ട് വേണം.
ഹരിപ്പാട് നാച്ചുറലിലേക്കാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഒന്ന് ചേച്ചി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു. ഇവിടെ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ, വെറുതെ ഇതൊക്കെ കണ്ടു. എന്നിട്ട് നേരെ ഇറങ്ങി ചെറിയിൽ കയറിയിട്ട് ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണേ. വീട്ടിൽ പോയിട്ട് വേണം ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ. ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പോയ ക്ഷീണം ഒന്ന് മാറ്റണ്ടേ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നൈനൂട്ടി വരുന്ന ടൈമായി. നൈനൂട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നൈനൂട്ടി വന്ന് ഡ്രസ്സൊക്കെ മാറി ആ ഒരു സമയം കൊണ്ട് വെയിലത്ത് ഉണങ്ങിയ കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ എടുത്തൊന്ന് മടക്കി വെച്ചു. അതിനോടൊപ്പം നൈനൂട്ടീനോട് വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടിക്കൊക്കെ. നൈനൂട്ടിക്ക് കുറച്ച് ചെടികൾ അവൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവളുടെ സ്വന്തം ചെടിയാണ് എന്ന് പറഞ്ഞിട്ട്. അവൾ ഒഴിക്കുകയാണെങ്കിൽ അതിന് മാത്രമേ ഒഴിക്കത്തുള്ളൂ, അതും അവൾ അത്ര നന്നായിട്ട് അതിന് വെള്ളം കൊടുക്കുകയില്ല. ഇതിപ്പോൾ അവൾ ചെടി നനച്ചാലും രണ്ടാമത് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഒന്നും കൂടി ചെടി നനയ്ക്കേണ്ടി വരും, ആ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൾ ചെടി നനച്ച് കഴിയുന്നിടം വരെ അവിടെ വെയിറ്റ് ചെയ്തത്. ഇനി അടുത്തത് എൻ്റെ ഊഴമാണ്. അപ്പോൾ എന്തായാലും ദേ നമ്മുടെ കിറ്റി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അവനൊരു വിഷമം പോലെ, അവനിൻ്റെ കണ്ടംപൂച്ച് വന്നിട്ട് അവനെ കടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവന് ഭയങ്കര ക്ഷീണമാണ്, ഭക്ഷണമൊന്നും അധികം കഴിക്കുന്നില്ല. അപ്പോൾ അവനിങ്ങനെ കിടന്നപ്പോൾ ഞാൻ ജസ്റ്റ് അവനെ ഒന്ന് എടുത്തു. പിന്നെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചു. നമ്മുടെ ഈ ഇറയത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെല്ലാം വെള്ളം ഒഴിച്ചു. ഇത് മാത്രമല്ല കേട്ടോ, അങ്ങ് മണ്ടയ്ക്ക് വരെ ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പടർന്നിറങ്ങുന്ന ചെടിയാണേ, അത് ചിലപ്പം വളർന്നിറങ്ങുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അതിനൊക്കെ വെള്ളം ഒഴിച്ചു. പിന്നെ വൈകുന്നേരത്തെ ഒരു തൂപ്പ് ജോലി ഉണ്ടല്ലോ, അതും കൂടി അങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. സിറ്റൗട്ടൊക്കെ തൂത്തു, അതിനുശേഷം വീടിനകമൊക്കെ തൂത്തു. രാവിലത്തെക്കാട്ടിൽ കുറച്ച് പൊടികളും കുറച്ച് പേപ്പറുകളും അധികം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ നൈനൂട്ടി വന്ന് കളിച്ചതിൻ്റെ കുറച്ച് അഴുക്കുകളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് മടക്കി വെച്ച തുണികളൊക്കെ കട്ടിലിരിപ്പുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് അലമാരി വെച്ചിട്ട് നമ്മുടെ മുറിയും തൂത്തു. അതിനുശേഷം ഇനിയിപ്പം വീടിനകം തൂത്തിട്ട് വേണം മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴക്കോളും വരുന്നുണ്ട് കേട്ടോ, അപ്പം ഞാൻ വിചാരിച്ചു വേഗം മുറ്റം തൂക്കാം. എൻ്റെ പുറകെ തന്നെ സിംബ ഇങ്ങനെ നടപ്പുണ്ട്. പിന്നെ ഞാൻ നേരെ വന്ന് മുറ്റമൊക്കെ തൂത്തിട്ട് അതിനൊക്കെ തീ ഇട്ടിട്ടുണ്ട്. അതും കഴിഞ്ഞ് നേരെ അകത്ത് കയറിയപ്പോൾ കുറച്ച് പാത്രങ്ങൾ, 2-3 പാത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി അങ്ങ് കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. നേരെ അത് കഴുകി അതിൻ്റെ വെള്ളം അങ്ങ് തോർന്നിട്ട് ഞാൻ നേരെ അത് അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസും സ്റ്റൗവും ആ സംഭവങ്ങളെല്ലാം, പിന്നെ അവിടുത്തെ ആ ഒരു ബേസ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഞങ്ങൾ ഇനി അടുക്കളയിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലീനായിട്ട് കിടക്കും എപ്പോഴും. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പം നേരത്തെ ഞാനങ്ങനെ ഇത്ര ക്ലീൻ ആക്കത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും കിച്ചൺ നല്ല ക്ലീൻ ആക്കി ഇടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മുറ്റം തൂത്ത് പുകയടിച്ച് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് കുളിക്കണമെന്ന് തോന്നി. പിന്നെ ഞാൻ നേരെ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അങ്ങനെ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ നൈനൂട്ടീനെ ട്യൂഷന് കൊണ്ടാക്കണം, അതാണ് ഇനിയുള്ള അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് നൈനൂട്ടീനെ ട്യൂഷനാക്കാൻ പോവാം. ഞങ്ങളിതേ നൈനൂട്ടീനെ ട്യൂഷനാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നൈനൂട്ടീനെ ട്യൂഷന് കൊണ്ടുവിടാൻ പോവാണ് ഗൈസ്. ഇന്ന് എന്നോളം നടന്നായിരുന്നു വരുന്നത്. അപ്പോൾ ഇന്ന് അവൾക്ക് സൈക്കിളിൽ വരണമെന്ന് പറഞ്ഞ് ഇന്ന് സൈക്കിളിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടാണ് വരവൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ അടുക്കാനായി. പിന്നെ അതിനോട്ട് ട്യൂഷന് വിട്ടിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങും. പിന്നെ നൈനൂട്ടി അങ്ങ് എത്തി കേട്ടോ, അപ്പോൾ ഞാനും അങ്ങോട്ട് പോട്ടെ. അപ്പോൾ നൈനൂട്ടി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ ഒന്ന് കൊളുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ TV ഒക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടുമണി കയ്യിൽ വളയൊക്കെ ഒന്ന് കാണിച്ചേ നൈനൂട്ടി. ക്ലേ വെച്ചുണ്ടാക്കിയ വള, മാല കാണിച്ചേ, നെക്ലേസ്, ക്ലേ വെച്ചുണ്ടാക്കിയ നെക്ലേസ്, ക്ലേ ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണ്. ഞങ്ങളിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് നേരം TV കാണാമെന്ന് വിചാരിച്ചത്. ഇനി എന്തായാലും ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഒക്കെ പറ നൈനൂട്ടി. അവിടെ കമ്മലും ഉണ്ടാക്കിയത് ക്ലേ വെച്ചിട്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെന്താണ്, ഇങ്ങോട്ട് വാ, പറ, അവരോട് പറ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒച്ചത്തിൽ പറ. സബ്സ്ക്രൈബ് ചാറ്റ് എടുക്ക്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.